ഷൈലുവിന് ബണ്ണിയെ ചെറുപ്പം മുതലേ ഭയങ്കര ഇഷ്ടമാണ്. ബണ്ണിയുടെ വീട്ടിലുള്ളവരോടൊക്കെ ഷൈലു ഭയങ്കര ഫ്രണ്ട്ലി ആയി നിന്ന് ഇടയ്ക്കിടയ്ക്ക് അവന്റെ വീട്ടിൽ പോകുമായിരുന്നു. അവനും ആ ഒരു അവസരം മുതലാക്കിക്കൊണ്ട് ഷൈലുവിന്റെ അടുത്ത് പേസ്റ്റ് എടുത്തിട്ട് വായോ, ടവൽ എടുത്തിട്ട് വായോ എന്നെല്ലാം പറഞ്ഞ് ഓരോ ജോലികളും നിർത്താതെ ചെയ്തിച്ചുകൊണ്ടേയിരുന്നു. അവളും അവൻ പറയുന്നത് പോലെ എല്ലാം ചെയ്ത് അവൻ ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാണ്. എന്നാ ബണ്ണിക്ക് വേറൊരു പെണ്ണിനെ കണ്ടപാടെ ഇഷ്ടപ്പെട്ടു. ആ പെണ്ണിനെ അവൻ ഇംപ്രസ് ചെയ്തുകൊണ്ട് രണ്ടുപേരും കൂടി ഇപ്പൊ ലവ് ചെയ്യാൻ തുടങ്ങി. ആ ഒരു പെണ്ണിന്റെ പേര് അവൻ തലാണയിൽ വരെ എഴുതി വെച്ചിരുന്നു. ഒരു ദിവസം ഷൈലു ബണ്ണിയുടെ റൂം ക്ലീൻ ചെയ്യുന്നതിനിടയിൽ തലയാണയിൽ എഴുതി വെച്ച ദീപുന്റെ പേര്, അതായത് ബണ്ണിയുടെ ലവറിന്റെ പേര് കണ്ട് അവൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ട് ഒരുപാട് കരയുന്നുണ്ട്. പക്ഷെ ബണ്ണി ദീപുവിനെ ലവ് ചെയ്യുമ്പോൾ തന്നെ ദീപുന്റെ ഫ്രണ്ടിനെ കണ്ട് ഇഷ്ടപ്പെട്ട് അവളെക്കാളും ഇവളാണ് ബെറ്റർ എന്ന് തോന്നി ഫ്രണ്ടുമായി റിലേഷൻഷിപ്പ് ആവാണ്. ദീപുനെ ബണ്ണി വല്ലാതെ അവോയ്ഡ് ചെയ്തപ്പോൾ അവള് കാര്യം ചെന്ന് തിരക്കുന്നുണ്ട്. ആ ഒരു സമയം എനിക്ക് നിന്റെ ഫ്രണ്ടിനെയാണ് ഇഷ്ടം, നമുക്ക് ബ്രേക്കപ്പ് ആവാമെന്ന് ബണ്ണി പറയാണ്. പിന്നീട് ദീപു ചെയ്ത കാര്യം എന്താണെന്ന് അറിയാം. അതറിയുന്നതിന് മുമ്പ് നിങ്ങളുടെ ക്രഷിന്റെ പേര് ഒന്ന് കമന്റ് ചെയ്തേക്കണേ, ലവറായാലും മതി. ദീപു അവന്റെ മുഖത്തിട്ടൊന്ന് കൊടുത്തിട്ട് ഇനി എന്റെ കൺമുന്നിൽ വന്ന് പോകരുതെന്നും പറഞ്ഞ് അവിടെ നിന്ന് ദേഷ്യത്തോടുകൂടി പോകാണ്. എന്നാൽ ദീപുവിന്റെ ഫ്രണ്ടിന് വേറൊരു റിലേഷൻ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് ബണ്ണി തിരിച്ച് ദീപുവിന്റെ അടുത്തേക്ക് പോകുമ്പോഴേക്കും അവള് പബ്ബില് വേറൊരു പയ്യനുമായി ഡാൻസ് ചെയ്യുന്നത് ബണ്ണി കാണാണ്. ദേഷ്യം വന്ന ബണ്ണി അവനുമായി തല്ലിട്ട്. അത് കണ്ട ദീപു പറയാണ്, നീ എന്നെ ബ്രേക്കപ്പ് ചെയ്ത് പോയതല്ലേ, പിന്നെ എന്തിനാ ഇപ്പൊ ഒന്ന് പ്രശ്നം ഉണ്ടാക്കുന്നത്? ശരിക്കും നിനക്ക് തന്നെ അറിയൂലേ നിനക്ക് ആരോടാ ഇഷ്ടമെന്ന്? ആദ്യം അത് പോയി കണ്ടുപിടിക്കാൻ നോക്ക് എന്നെല്ലാം പറഞ്ഞ് അവിടെ നിന്ന് പറഞ്ഞയക്കാണ്. ഇതിനെ കുറിച്ച് ഒരുപാട് ആലോചിച്ച ബണ്ണിക്ക് മനസ്സിലാവാണ് ഷൈലുവിനെയാണ് അവൻ ശരിക്കും ഇഷ്ടപ്പെടുന്നതെന്ന്. പക്ഷെ ഇതിനു മുമ്പ് തന്നെ ഷൈലു അവളുടെ ഇഷ്ടത്തെ പറ്റി പറഞ്ഞപ്പോ അവനാണെങ്കിൽ അവളെ വല്ലാണ്ട് അപമാനിച്ചിട്ട് വിടുകയാണ്. അതിനുശേഷമാണെന്ന് വെച്ചാൽ ഷൈലു തീരെ ബണ്ണിയുടെ അടുത്തേക്ക് വന്നിട്ടില്ല, അവന്റെ വീട്ടിൽ പോലും വന്നിട്ടില്ല. അവളുടെ വീട് അവന്റെ വീടിന്റെ അടുത്ത് നിന്ന് മാറിപ്പോവുകയും ചെയ്തു. പിന്നെ ഷൈലുവിനെ അന്വേഷിച്ച് കുറെ നാള് ബണ്ണി നടന്നു. അവസാനം അവനക്ക് ഭ്രാന്താവാണ്, ആത്മഹത്യ ചെയ്യാൻ പോലും ശ്രമിക്കുന്നുണ്ട്. ഇതെല്ലാം കണ്ട അവന്റെ ഫ്രണ്ട്സ് ആണ് അവനെ തടയുന്നത്. അങ്ങനെ ഒരുപാട് അന്വേഷിച്ചതിന് ശേഷം ഒരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ ബണ്ണി ഷൈലുവിനെ കാണാൻ ഇടവരാണ്. എന്നാൽ അവൾ അവനെ അവോയ്ഡ് ചെയ്യാണ്. അന്നത്തെ ആ ഒരു പ്രശ്നത്തിൽ അവൾക്ക് ബണ്ണിയോട് ഒരുപാട് ദേഷ്യം വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവോയ്ഡ് ചെയ്ത് ഷൈലു വേറൊരു കല്യാണത്തിന് വരെ ഒരുങ്ങുന്നുണ്ട്. ബണ്ണിയുടെ ഫ്രണ്ട്സ് ആണ് ഷൈലു ഇല്ലാതെ അവൻ എന്തുമാത്രം കഷ്ടപ്പെട്ടു എന്ന കാര്യം പറഞ്ഞ് മനസ്സിലാക്കി അവളെ കല്യാണത്തിൽ നിന്ന് പിന്തിരിപ്പിച്ച് പിന്നീട് ഷൈലുവും ബണ്ണിയും കൂടി കല്യാണം കഴിക്കുകയാണ്. ഈ ഒരു ലവ് സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും വീഡിയോ ലൈക്ക് ചെയ്തിട്ട് പോണേ.